ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് വരെ നമ്മുടെ വീട്ടില് മദ്യത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മദ്യപാനി എന്ന പേരുദോഷം ആരും കേൾപ്പിച്ചിട്ടുമില്ല. മനസ്സിലായോ നിനക്ക്? അതെ, അല്പം മദ്യം കഴിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല. അതിന്റെ പേരിലെ എന്നാരും ഉപദേശിക്കാനൊന്നും വരണ്ട. മോനെ, പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് അവരെ വീണ്ടും ഒന്നിപ്പിക്കണം. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ? പോട്ടെ, അതൊക്കെ വിശദമായിട്ട് ഒരിക്കൽ പറയാം. ഇന്നത്തെ സന്തോഷം വെറുതെ സങ്കടങ്ങൾ പറഞ്ഞ് കെടുത്തണ്ട. ആരാ ഇത്? ഇരിക്കിരിക്കെ. ആ, വന്നിട്ട് കുറച്ചേരം ആയല്ലേ? ആ, കുറച്ചേരായി. ഗോകുലും കൂടി വന്നിട്ട് ഇറങ്ങാന്ന് വെച്ചിരിക്കായിരുന്നു. ഓ, സമൃദ്ധിക്ക് ഇവിടെ നല്ലൊരു കമ്പനിയിലായിരിക്കായിരുന്നു. ആ പ്രശ്നം ഇപ്പൊ സോൾവായി. ഇനി സമൃദ്ധയുടെ അടുത്ത സുഹൃത്തായി ഞാനുണ്ടാവും. ഞാൻ വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുന്നല്ല. ഏറെ വേണ്ടപ്പെട്ട ഒരാളെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതുപോലെയാ എനിക്ക് തോന്നുന്നത്. ഇതേതായാലും വലിയ സർപ്രൈസ് ആയിപ്പോയി. സാധാരണ ഇയാള് ആരോടും അങ്ങനെ പെട്ടെന്ന് അടുക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയില്ലേ, ചിലപ്പോ അങ്ങനെ വല്ലതും ഉണ്ടാവും. മുജ്ജന്മത്തിലല്ലടി, ഈ ജന്മത്തിൽ തന്നെയാ നമ്മുടെ ബന്ധം. തീർക്കേണ്ട കണക്കുകൾ ഈ ജന്മത്തിൽ തന്നെ ഞാൻ തീർത്തിരിക്കും. അങ്കിൾ, ആഹാ, വാ വാ ഇരിക്കെ. രണ്ടുപേരുടെ എന്തൊക്കെയായിരുന്നു? ഞങ്ങള് ജിക്സോ പസിൽ കളിക്കായിരുന്നു അച്ഛാ. ആഹാ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഈ വഴി വരണേ. ഞാൻ എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് വരും. വരാതെ പറ്റില്ലല്ലോ. ആന്റി, പോയിട്ട് വരാട്ടോ. ആ, നിനക്കൊന്നും ഓർമ്മയില്ലെങ്കിലും എനിക്കെല്ലാം ഓർമ്മയുണ്ടടി. സച്ചിയുടെ ഭാര്യയെ നീ എങ്ങനെയാണ് ഗോകുലിന്റെ ഭാര്യ ആയതെന്ന് ഞാൻ കണ്ടുപിടിക്കും. നീ ഈ വീട്ടിലേക്ക് വന്നു കയറിയ വഴിയുടെ അടിവേര് വരെ ഞാൻ മാന്തി പറിച്ചെടുക്കും. അപ്പോ കാണാം. ബൈ ആന്റി. ബൈ. ബൈ ഗൗരി. ബൈ. ബൈ അങ്കിൾ. ബൈ ബൈ. നിന്റെ അജ്ഞാതവാസത്തിന്റെയും ഇപ്പോഴത്തെ ഈ പ്രത്യക്ഷപ്പെടലിന്റെയും പിന്നിൽ എന്താണെന്ന് എനിക്കറിഞ്ഞേ തീരൂ. ബാക്കി വെച്ച കണക്കുകൾ തീർക്കാൻ ദൈവം എനിക്ക് തന്ന അവസരമായത്. ഏട്ടാ, എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഏട്ട എവിടെ നിന്നെങ്കിലും എനിക്ക് കുറച്ച് രൂപ അറേഞ്ച് ചെയ്ത് തരണം. അല്ല, വല്ല 10,000 വല്ല മതിയോ? എനിക്കൊരു 2 ലക്ഷം രൂപ വേണ്ട. 2 ലക്ഷം രൂപയെ? ഇപ്പൊ എന്തിനാണ് ഇത്രയും രൂപ? അത്രയും വലിയ അത്യാവശ്യം എന്താ നിനക്ക്? ഞാനേ വെറുതെ എങ്ങനെ ഇരുന്ന് മടുത്തു. എന്തെങ്കിലും ഒരു ചെറിയ തട്ടുകടയിലും തുടങ്ങണം. അല്ലാതെ ഇനി മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല. എടാ, അത്രയും പണമൊന്നും ഇപ്പൊ എന്റെ കയ്യിൽ എടുക്കാനില്ല. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. ഏട്ടാ എവിടെ നിന്നെങ്കിലും ഇനി പലിശക്കായാലും പണം സംഘടിപ്പിച്ച് തന്നേ പറ്റൂ. പലിശയ്ക്ക് വാങ്ങാനോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എടാ, ഇപ്പൊ അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. കേസ് കഴിയുന്നവരെ നീ ഒന്ന് സഹിച്ചേ പറ്റൂ. അത് കഴിഞ്ഞ് നമ്മുടെ ബിസിനസ് ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ തുടങ്ങാം. അങ്ങനെ പറഞ്ഞേ മാനത്തോക്കി ഇരുന്നാ മതി. അതെ,
അതൊന്നും കിട്ടാൻ പോകുന്നില്ല. ആര് പറഞ്ഞു? അഡ്വക്കേറ്റ് ആരതി പുതിയ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഉടൻ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. അതൊക്കെ കിട്ടുമ്പോ അങ്ങ് കിട്ടട്ടെ. ഏട്ടനെ ഇപ്പൊ എവിടെ നിന്നെങ്കിലും എനിക്ക് പൈസ ഒന്ന് സംഘടിപ്പിച്ചതാ. ഞാൻ 2 മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുത്തോളാം. സച്ചേട്ടാ, ഒരു കാരണവശാലും സന്ദീപിന് 1 രൂപ പോലും കൊടുക്കരുത്. ദേ, നീ ഒന്ന് മിണ്ടാതെ അകത്തേക്ക് പോയെ. ഇത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഇങ്ങനെ 2-3 ബിസിനസ് തുടങ്ങാന്നൊക്കെ പറഞ്ഞിട്ടാ മോളുടെ ആ കുഞ്ഞു ചെയിൻ വരെ കൊണ്ട് വിറ്റത്. മോളുടെ ചെയിൻ കൊണ്ടുപോയി വിറ്റുന്നോ? അതെ സച്ചേട്ടാ. എന്താ ഈ കേൾക്കുന്നേ? അത് പിന്നെ ഒരാവശ്യം വരുമ്പോ വിൽക്കാതെ പിന്നെ എന്ത് ചെയ്യും? സ്വർണത്തിന്റെ ഉപയോഗം ഇതൊക്കെ തന്നെയാണ്. മിണ്ടിപ്പോരുത്. മോളുടെ സ്വർണം എടുത്ത് വിറ്റിട്ട് ഞാൻ പറയുന്നോ? ഇതിപ്പോ 1-2 തവണയല്ല സച്ചേട്ടാ, പല തവണയായി. ഞാനിതുവരെ ആരോടൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു നൂലുമാലയും 1-2 മോതിരങ്ങളും ഒക്കെ ഒരു ദിവസം എന്നോട് ചോദിക്കാതെ കൊണ്ടുപോയി വിറ്റു. എന്നിട്ടും ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു എന്തോ ബിസിനസ് തുടങ്ങാനാന്ന്. എന്നിട്ടിപ്പോ ബിസിനസ്സും ഇല്ല, സ്വർണവും ഇല്ല. എന്നിട്ടാ പണമൊക്കെ എവിടെ? കള്ളു കുടിച്ച് തീർത്തു. കള്ളു കുടിച്ചെന്നോ? മോനെ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ സ്വഭാവം? അത് പിന്നെ ഓരോരോ വിഷമങ്ങൾ വരുമ്പോ ഒരു ആശ്വാസം കിട്ടാൻ ചിലപ്പോ കുറച്ച് കഴിച്ചെന്നിരിക്കും. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഏട്ടാ, ഞാൻ ഇതുവരെ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. എല്ലാ ദിവസവും ഇപ്പൊ സന്ദീപ് കുടിച്ച് വെളിവില്ലാതെയാ വരുന്നത്. ഇനി സ്വർണത്തിന്റെ ഒരു തരി പോലും എടുത്തോണ്ട് പോകാനില്ല. ഇപ്പൊ ദേഹത്ത് കിടക്കുന്ന എല്ലാം മുക്കുവെണ്ണങ്ങളാ. അത് മാത്രല്ല സച്ചേട്ടാ, ഇപ്പൊ പലരോടും കടം മേടിക്കലും തുടങ്ങി. 1-2 പേര് പണം തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ സച്ചേട്ടനോട് ഇപ്പൊ പണം ചോദിക്കുന്നേ, അല്ലാതെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയൊന്നും അല്ല. പല ദിവസങ്ങളിലും ഞാൻ വഴക്കിട്ട് കരഞ്ഞു കരഞ്ഞു ഉറങ്ങുന്നത്. എനിക്ക് മടുത്ത സച്ചേട്ടാ. ഇങ്ങനെ പോയാ ഞാൻ ചിലപ്പോ കെട്ടി തൂങ്ങിച്ചാവും. മോളെ, സന്ദീപേ, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ഇന്ന് വരെ നമ്മുടെ വീട്ടില് മദ്യത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മദ്യപാനി എന്ന പേരുദോഷം ആരും കേൾപ്പിച്ചിട്ടുമില്ല. മനസ്സിലായോ നിനക്ക്? അതെ, അല്പം മദ്യം കഴിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല. അതിന്റെ പേരിലേ എന്നാരും ഉപദേശിക്കാനൊന്നും വരണ്ട. മോനെ, മോനെ, സന്ദീപേ.